ഹലോ ഫ്രണ്ട്സ്, ഡി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഫുഡ് ബ്ലോഗാണ് എടുക്കുന്നത്. കൊച്ചിയിലെ ഏറ്റവും നല്ല ബിരിയാണി കപ്പയാണ് എന്നിട്ട് നമ്മളിന്ന് എത്തിയേക്കണത് തമ്മനത്ത് തടിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി കപ്പയുടെ മുമ്പിലാണ് കേട്ടോ. ഇവിടെ നല്ല കലക്കം ബിരിയാണി കിട്ടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. പുറത്ത് നല്ല കിടിലൻ കാഴ്ചകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചെറിയൊരു സ്ഥലമാണെങ്കിലും ഗാർഡനൊക്കെ ഒരുക്കി നല്ല ക്ലീൻ ആയിട്ട് ഈ ഹോട്ടൽ ചെയ്തേക്കണത്. ദമ്മ് പൊട്ടിക്കുന്നതിന് മുന്നേ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ദമ്മ് പൊട്ടിച്ച് ഒരു 11:30 ആയപ്പോഴത്തേനും എത്തിയ. കാരണം 12 മണിക്ക് ശേഷം ഇവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോകുന്നു. അപ്പോൾ നമ്മുടെ തടിയൻസിലെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ്: കുട്ടൻ ബിരിയാണി, അമ്പൂർ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ മീൽസും. അപ്പം നമുക്ക് കടയുടെ മുതലാളിനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെങ്ങനെ? ബിനിൽ. ഇപ്പം എത്ര നാളായി തുടങ്ങിയിട്ട്? 3 മാസം. അപ്പോൾ 3 മാസം കൊണ്ട് തന്നെ കൊച്ചി മുഴുവനും വൈറലായിട്ടുണ്ട് ബിരിയാണി. ഏത് ബിരിയാണിയാണിത്? ചിക്കൻ ബിരിയാണി. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടാ. അപ്പം ഇതാണ് തടിയൻസില ഏറ്റവും സ്പെഷ്യൽ ബിരിയാണി, കുട്ടൻ ബിരിയാണി. ആമ്പൂർ. ഇത് തടിയൻസിലെ കുട്ടൻ ബിരിയാണി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പൊ എന്താണ് ഈ ഒരു കുട്ടൻ ബിരിയാണിയുടെ പ്രത്യേകത? എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ബീഫ് ആയിരിക്കും. സോഫ്റ്റ് ബീഫാണ്. പിന്നെ അധികം മസാല ഒന്നും ഉണ്ടാവില്ല. ഫ്ലേവർ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അത് അത്യാവശ്യം ഹെൽത്തിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മ തൊട്ടതിനെ തന്നെ ബീഫിനെ ഇതായി പോകും. കുറവാണ്, എരിവൊന്നുമില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ഫുഡിനെ പറ്റി കുറ്റം പറയുന്ന ആളുകളൊന്ന് കാണുക. അതായത് ഒരുപാട് ഫ്ലേവറുകളില്ലാതെ ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയാണ് ഈ തടിയൻസ് എന്ന് പറഞ്ഞ ഹോട്ടൽ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ബിരിയാണി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പ്ലേറ്റിലൊന്നും അല്ല കേട്ടോ, അതെ, നല്ല നാടൻ വാഴയിലയിലാണ് ഈ ബിരിയാണി സെർവ് ചെയ്യണത്. അതൊരു പ്രത്യേകത ഉണ്ടോ. അപ്പോൾ നല്ലൊരു അസൽ സദ്യ കഴിക്കണ ഒരു ഫീലിൽ നമുക്ക് ഇവിടുത്തെ ബിരിയാണി കഴിക്കാം. അപ്പം നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചിക്കനും ആമ്പൂറും കുട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കണത്. അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സർപ്രൈസായിട്ട് വേറൊരാളൊക്കെ ഉണ്ട്, കോഴിമുട്ട. ഇപ്പോഴത്തെ ബിരിയാണികളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കണം. അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടെ കേട്ടോ കോഴിമുട്ട. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ബിരിയാണികളിൽ ഇപ്പോൾ കോഴിമുട്ട കിട്ടാറില്ല. പക്ഷേ ഇവിടെ എല്ലാ ബിരിയാണിയുടെ കൂടെ കോഴിമുട്ടയും കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് അമ്പൂർ ബിരിയാണിയാണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ അടിപൊളി ബിരിയാണിയാണ്. അതായത് ടേസ്റ്റും നല്ല അടിപൊളി റൈസും. ബീഫാണെങ്കിൽ ഒരു രക്ഷയില്ല. അതെ, നല്ല പൂവ് പോലത്തെ ബീഫാണ്. ഇത് കണ്ട പഞ്ഞി പോലെ ഇരിക്കുന്ന ബീഫാണ് ഇത്. അപ്പോൾ പുള്ളി പറഞ്ഞതിനേലും അടിപൊളിയാണ് ബിരിയാണി. എല്ലാവരും വന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ് അമ്പൂർ ബിരിയാണി. അതായത് തമ്മനം തടിയൻസ് ഹോട്ടലുള്ള അമ്പൂർ ബിരിയാണി. ഞാനിപ്പോൾ നല്ല കൺഫ്യൂഷനിലാണ് കേട്ടോ. കാരണം അമ്പൂർ ബിരിയാണി കഴിച്ച് നല്ല അടിപൊളി ബിരിയാണിയാണെന്ന് ഞാനിപ്പോൾ വീഡിയോയും എടുത്ത് അപ്പോഴാണ് ഞാൻ കുട്ടൻ ബിരിയാണി കഴിച്ച് നോക്കിയത്. ഒരു രക്ഷയില്ല, അതിനും അടിപൊളി. അതായത് എനിക്ക് കഴിച്ചിട്ട് ഒരുമിച്ച് കഴിച്ചിട്ട് പോലും രണ്ടിൻ്റെ ഫ്ലേവർ മാറി മാറി നിൽക്കണം. ഇത് കണ്ട കുട്ടൻ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി. ഇനിയും ചിക്കൻ ബിരിയാണിയും കൂടെ ടേസ്റ്റ് ചെയ്യാനുണ്ട്. അതും നമ്മളത് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. കൊച്ചിയിലുള്ള നല്ല ഫുഡ് കോർണറുകളിൽ തപ്പി നടന്നിട്ട് അതിൽ നിന്ന് കിട്ടിയൊരു നല്ലൊരു ഹോട്ടലാണ് ഈ തടിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ. ചെറിയൊരു ഹോട്ടലാണെങ്കിലും ഇവിടെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖവും വളരെ വലുതാണ്. തടിയൻസ് എന്ന് പറഞ്ഞൊരു പേര്, അത് ഒരു പ്രത്യേകതരം പേരാണ്. ഇതിന്റെ ചേതോവികാരം എന്താണ് ഈ തടിയൻസ് എന്നുള്ളൊരു പേര്? തടിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ട, ഞാൻ പണ്ടോട്ട് നല്ല വണ്ണുണ്ടായി. അപ്പൊ കമ്പനിക്കാരുടെ ഇടയ്ക്ക് ഓൾറെഡി തടിയമ്പണി ഉണ്ട്. പണ്ട് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് പൊളി വരും. പിന്നെ ഒരു ഫെയിമിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിപ്പോൾ ബോഡി ഷേമിങ് ചെയ്യണ എല്ലാവരോടുള്ളൊരു വെല്ലുവിളി കൂടെയാണ്. കാരണം പണ്ടെല്ലാവരും തടിയാന്ന് വിളിച്ച ആ ഒരു വാശി തീർക്കാൻ വേണ്ടി തടിയൻസ് എന്നുള്ള പേരിൽ ഹോട്ടൽ തുടങ്ങി ഹിറ്റാക്കിക്കണ പുള്ളിച്ചേട്ടൻ. അപ്പോൾ ചേട്ടാ, എല്ലാവക ആശംസകളും നേരും.
ചേട്ടാ ഞാനപ്പേ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേന് എനിക്കും കൂടെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു ഇവിടെ. അപ്പോൾ ഈ ഒരു സ്പേസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പുതിയൊരു ഹോട്ടൽ അല്ലെങ്കിൽ പുതിയൊരു സെറ്റപ്പിലേക്ക് മാറുക എന്നുള്ളൊരു സ്റ്റെപ്പും കൂടെ ഉണ്ടാകും. ഇത് വൈറ്റനപ്പും ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത ബ്രാഞ്ച് മറ്റേ തേവര് അറ്റ്ലാന്റിസിൽ തുടങ്ങാനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ തുടങ്ങി 3 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങാൻ പോണെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ ബിരിയാണി എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. തമ്മനത്താണ് ഈ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കൊടുത്തേട്ടാ. ഇത് നമ്മൾ ലണ്ടൻ ജംഗ്ഷനിൽ സംസ്കാര ജംഗ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അത് എത്തണ്ട, അതിന് മുന്നേ ഗൂഗിൾ മാപ്പിൽ കിട്ടും നമുക്ക് ഇതിൻ്റെ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സംസ്കാര ജംഗ്ഷനിൽ പൈപ്പ് ലൈൻ ബിവറേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരും. അപ്പോൾ തടിയൻസ് മറക്കണ്ട. നമ്മുടെ ഇപ്പോൾ ഹോട്ടലിലെ ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിംഗ് 12 മണി തൊട്ട് 3 മണി വരെ. 12 മണി തൊട്ട് 3 മണി വരെ. അപ്പോൾ എത്ര ബിരിയാണി നമുക്ക് ആ ഒരു ടൈമിൽ പോകും? ഒരു 10-200. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചോദിച്ചത് വേറൊന്നുമല്ല, എല്ലാവരും പറഞ്ഞ് വൈകിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ 12 മണിക്ക് തന്നെ വരിക. 12 മണി തൊട്ട് 3 മണിക്കുള്ളിൽ ബിരിയാണി തീരും. വൈകിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ബിരിയാണി കിട്ടൂല. അപ്പോൾ ചേട്ടാ അടിപൊളി ബിരിയാണി. അപ്പോൾ നമ്മുടെ വ്ലോഗ് കണ്ടിട്ട് എല്ലാവരും പറയട്ടെ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി കഴിച്ച് വയറൊക്കെ ഫുള്ളായി. ഇതേ വീട്ടിലെല്ലാവർക്കും വേണ്ടിയുള്ള ബിരിയാണി പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് കാലിയാവാതെ ഫാമിലി എല്ലാവർക്കും വന്ന് ഭക്ഷണം കഴിക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 150 രൂപ 140 രൂപ ഒക്കെയാണ് ബിരിയാണിയുടെ റേറ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം. അപ്പോൾ ഓക്കെ.